സോറിയാസിസ്, എക്സിമ, തൊലിപ്പുറത്തുണ്ടാവുന്ന റാഷസ്, ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയവർക്കെല്ലാം വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും ചികിത്സാ രീതിയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് അല്ലർജുൻ്റെ ഈ ഒരു സ്കിൻ ഓയിൽ. ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മരുന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു മരുന്നാണ് അല്ലർജുൻ്റെ ഹണി മിക്സ്. ഇത് രണ്ടും ഒത്തിരി ഔഷധങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മരുന്നാണ്. പെട്ടെന്നുണ്ടാവുന്ന ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ, വർഷങ്ങൾ പഴക്കമുള്ള സോറിയാസിസ്, എക്സിമ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത്, നമുക്ക് എവിടെയാണോ ഇത്തരത്തിൽ പ്രയാസമുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ മരുന്ന് പുരട്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ, 1.5 മുതൽ 2 മണിക്കൂർ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ നമുക്കത് കഴുകിക്കളയാം. ഒരു ദിവസം നമുക്ക് ഈ പറയുന്ന പോലെ സ്കിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ഹണി മിക്സ് ആണ്. ഇങ്ങനെ മാറി മാറിയാണ്, ഓൾട്ടർനേറ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നാൽ ചില സാഹചര്യങ്ങൾ അധികം ഡ്രൈനസ് ആയിട്ട് വരുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ അസാധ്യമായിട്ട് വരുന്ന ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു മരുന്ന് തന്നെ ആ ഒരു ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കുക. കൂടുതലും ഈ ഹണി മിക്സ് പുരട്ടുന്നത് പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം കുറച്ച് കട്ടിയുള്ള ഒരു ലിക്വിഡ് ഇനത്തിലാണ് ഈ ഒരു മരുന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൊറിച്ചിൽ വരുന്ന അവസ്ഥയും റാഷസൊക്കെ മാറാനും സഹായിക്കുന്നുണ്ട്. ഒരുപാട് വർഷ പഴക്കമുള്ള സോറിയാസിസ്, ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ട്രീറ്റ്മെൻറ്റിൽ തന്നെ ചെയ്യേണ്ടി വരും. ഈ മരുന്ന് മാത്രം പറ്റത്തില്ല. ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും, ഭക്ഷണ രീതി, ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചികിത്സ എടുത്ത് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി റിവ്യൂ വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്. സോറിയാസിസ് പല രൂപത്തിലാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഉള്ളം കൈയുടെ ഭാഗത്തായിരിക്കും ഒരു എക്സിമ പോലെയുള്ള രൂപത്തിലായിരിക്കും കണ്ടുവരുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെസ്റ്റിൻ്റെ ഭാഗത്ത് സ്കാൽപ്പ് സോറിയാസിസ്, അതേപോലെ തന്നെ കാലിൻ്റെ പാദങ്ങളിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എക്സിമ പോലെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ റാഷസ്, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ സ്കിൻ ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഭക്ഷണത്തിൽ നല്ലൊരു നിയന്ത്രണം ആവശ്യമാണ്. മാംസാഹാരം, ഓയിലി ഫുഡ്, ഫ്രൈ ഐറ്റംസ്, ചിപ്സ് ഐറ്റംസ്, സ്പൈസി ഫുഡിലൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഉള്ളിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ പറയുന്ന ഓയിൽ പ്രയോഗം, ഈ ഓയിലും അതുപോലെ ഈ ഹണി മിക്സും ഉപയോഗിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ 15 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന രോഗി പോലും ചുരുങ്ങിയ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് അറിയിക്കുക. അല്ലർജുൻ്റെ സ്കിൻ ഓയിലും അതുപോലെ തന്നെ അല്ലർജുൻ്റെ ഹണി മിക്സും. ഓക്കെ.